സൺഡേ ഹോളിഡേ ചിങ്ങമാസം 1-ാം തീയതി ആഴ്ച വൈകിട്ട് വീട്ടിൽ ചായ സൽക്കാരത്തിൻ്റെ പരിപാടി നടക്കുക. അങ്ങനെ ചായ സൽക്കാരത്തിന് പ്രത്യേകിച്ച് കടികളൊന്നും വീട്ടിലില്ല. അങ്ങനെ പെങ്ങളെ കൊച്ചിന് അത്യാവശ്യം ഹെവി ഫുഡുകൾ വേണം വൈകിട്ടില്ല. അതിനുള്ള പ്രിപ്പറേഷനൊന്നും വീട്ടിലായിട്ടില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പഴം കണ്ട് ആ പഴം വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി ഉണ്ടാക്കി വലിയ മുൻകാല പരിചയമൊന്നുമില്ല, എണ്ണക്കടികൾ അധികം കൊടുക്കാറില്ല. അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി കൊണ്ട് ചെറിയ ചായക്കടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പഴം സെറ്റായി, ഇനി പഴത്തിലേക്കുള്ള മാവ് സെറ്റാക്കണം. അത് മാവ് സെറ്റാക്കാനുള്ളൊരു പരിപാടി. അങ്ങനെ മാവ് സെറ്റായി, ഇനി മാവ് സെറ്റായി പഴം സെറ്റായി, അതിന് വേണ്ട ചട്ടി റെഡിയാക്കണം. അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇനി അടുത്തത്. അങ്ങനെ 3 ആഴ്ച കൊണ്ട് എടുത്തു വെച്ച ചട്ടിയാണ്. അത് ഏകദേശം ശരിയായി. അടുപ്പിൽ വെച്ച് സ്വന്തം പറമ്പിലെ സ്വന്തം തേങ്ങ വെട്ടി ഉണ്ടാക്കിയ എണ്ണ കൊണ്ട് ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുമ്പോൾ സുഖം അത് വേറെ തന്നെ. അങ്ങനെ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ഓരോ പീസ് പഴം ചാറിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണയുടെ തുള്ളിച്ചാട്ടം കാണുമ്പോൾ നോക്കി നിൽക്കുന്ന സമയം പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ പഴംപൊരി സെറ്റായി. അങ്ങനെ പഴംപൊരിയുടെ പരീക്ഷയിൽ ഞാൻ വിജയിച്ചെന്ന് പറയാം. എന്ന് പൂർണ്ണമായി പറയാനല്ല, നമ്മുടെ ആള് പറയട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി ഈ പഴംപൊരി എല്ലാം സെറ്റാക്കിയിട്ട് നമുക്ക് ആശാനെ കാണാൻ പോകണം. ആശാൻ എന്ത് പറയുന്നു അതാണ് അതിൻ്റെ മാർക്ക്. ഓക്കെ, ആശാൻ്റെ മുന്നിലേക്ക് പോയി ഡൈനിങ് ടേബിളിൽ ഒരു വട്ടം റൈറ്റും ഒരു വട്ടം ലെഫ്റ്റും തിരിച്ച് ആശാനെ പൂച്ചയുടെ മുന്നിൽ കൊച്ചമ്മി വെച്ച അവസ്ഥയാണ്. അത്രയും പെട്ടെന്ന് കഴിച്ചു തീർക്കാനുള്ള അവസ്ഥയാണ്. അങ്ങനെ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അവനൊരു സന്തോഷം. അങ്ങനെ കൊച്ചു ടിവിയും കണ്ടിട്ട് ആശാനെ കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കൊച്ചു ടിവിയും കണ്ട് അവൻ കഴിക്കട്ടെ, എന്തായാലും ഫുള്ള് കഴിക്കില്ല. ഓക്കെ.